സുഹൃത്തുക്കളെ, രാവിലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടിട്ടാണ് ഉണരുന്നത്. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിന് നേരെ എക്സ് മുസ്ലിം തീവ്രവാദിയുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നതാണ്. ഈ എക്സ് മുസ്ലിം ഒരു സൗദി ഡോക്ടറാണ് അത്ര. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. ഇദ്ദേഹത്തിനെ ആരും മാറ്റിയോടിച്ചിട്ടില്ല. മാത്രമല്ല, ഇദ്ദേഹത്തെ ഭരിച്ചിട്ടുള്ളത് സാമ്രാജ്യത്വ ശക്തികളാണ് സൗദിയിൽ. ഈ സൗദി എന്ന് പറയുന്നത് ഒരു പക്ക കുടുംബ രാഷ്ട്രമാണ്. സംഘികൾക്കൊക്കെ, പ്രത്യേകിച്ച് നാസ്തിക മോർച്ചക്കാർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു രാജ്യമാണ് സൗദി. ഈ സൗദി എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ, അത് ക്രിസ്ത്യൻ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തി പിന്നിലൂടെ ഭരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി. മിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും അങ്ങനെ തന്നെയാണ്. അതല്ലാത്തവരെ അവർ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അമേരിക്കൻ ഡോളറിൽ പെട്രോൾ വിൽക്കുമ്പോൾ ആ ഏകാധിപതി ശരിയും ആ വഹാബിസം തീവ്രവാദം ശരിയും അമേരിക്കക്കെതിരെ തിരിയുമ്പോൾ തെറ്റുമാകുന്ന ഒരു പ്രത്യേക നീതിന്യായ വ്യവസ്ഥ ലോകത്ത് നിലവിലുണ്ട്. അപ്പോൾ ഈ വഹാബിസം അമേരിക്കൻ ക്രിസ്ത്യൻ സാമ്രാജ്യ ശക്തികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ശക്തമായ ഒന്നാണ്. ലോകത്ത് എത്ര മുസ്ലിങ്ങളുണ്ട്, എന്നിട്ട് ഇവിടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടത്താൻ സൗദിക്കാരും ഇതേപോലെയുള്ള UAE-ക്കാരും ഈജിപ്തുകാരും വേണ്ടി വന്നു. ഇതെല്ലാം അമേരിക്കൻ ക്രിസ്ത്യൻ സാമ്രാജ്യത്വ ശക്തികൾ തദ്ദേശീയ പാവകളെ ഭരിക്കുന്ന ഇവിടെ എക്സ് മുസ്ലിം ഡോക്ടറാണെന്നാണ് പറയുന്നത്. പ്രോ ഫാർ റൈറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഭ്രാന്തന്മാർ, അതായത് വെറുപ്പ്, അത് മുസ്ലിമായിരുന്നാലും എക്സ് മുസ്ലിം ആയിരുന്നാലും ഈ വെറുപ്പ് മനുഷ്യരെ നയിക്കുകയാണെങ്കിൽ അവൻ വാളിന് ഏത് കളറാണ് എന്നുള്ളതല്ല, വാളിന്റെ പിടിയുടെ കളർ ഏതാണെന്നല്ല, അത് വാളാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മളെ നയം എങ്ങനെയുള്ള വെറുപ്പ് പുലർത്തുന്ന, മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വർഗീയ ശക്തികളുടെ എച്ചിൽ തിന്നിട്ട് ജീവിക്കുന്ന ആളുകൾ, അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ലോകത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരിൽ ഒരാളാണ് ഇദ്ദേഹം എന്നാണ്. ഇത് പ്രാഥമികമായ വിവരങ്ങളാണ്. ഇതൊക്കെ അന്വേഷിച്ച് ഇതിന്റെ തെളിവുകൾ കോടതിയിൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ സംഘികളും സുഡാപ്പികളും മറ്റേ വർഗീയ ശക്തികളും ക്രിസംഘികളൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. ഒരു നീതിന്യായ സംവിധാനം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തെളിവുകൾ എതിരാകുമ്പോഴാണ് നമുക്ക് പൊതുസമൂഹം ഇപ്പൊ അംഗീകരിച്ചിരിക്കുന്ന നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു രീതി അതാണ്. അപ്പോൾ ആ രീതിയിലോട്ട് വരണം. ഇത് പ്രാഥമികമായ ഒരു കാര്യമാണ്. കാരണം ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് വർഗീയ തീവ്രവാദികളൊക്കെ വാർത്തകൾ ഉണ്ടാക്കും, സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷം വളർത്തും. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ഒരു സാമൂഹിക ധർമ്മമെന്ന നിലയിൽ ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. ഇദ്ദേഹത്തെ ആരും ആട്ടി ഓടിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് ഭാഗപ്പെട്ടേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇത് എന്തൊരു ഭ്രാന്താണ്. ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ട് മുസ്ലിങ്ങളെ മറ്റുള്ളവർ വെറുക്കട്ടെ എന്നുള്ള ഒരു രീതിയൊക്കെ ആയിരിക്കാം. മുസ്ലിങ്ങളും മനുഷ്യരാണ് എന്നുള്ളതാണ് ഒരു സത്യം. അതിൽ ചില ഇവനെ പോലെയുള്ള വൃത്തികെട്ട ഒരുപാട് പേർ മുസ്ലിം സമുദായത്തിലുണ്ട്. പ്രത്യേകിച്ചും വഹാബികൾ, അമേരിക്കൻ സ്പോൺസേഡ് തീവ്രവാദം വളർത്തുന്ന വഹാബികൾ, ഐസിസ്, ഇതൊക്കെ ഈ വഹാബി ഇസ്ലാമാണ്. ഇതൊക്കെ പഴയ കാട്ടു മുഹമ്മദിന്റെ അതേ രീതിയിലുള്ള ഇസ്ലാമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ശരിയല്ല. കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തീവ്രവാദികളൊന്നും ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറക്കി വിടരുത്. അവരെ നന്നാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.